രാവിലെ എൻ്റെ 2-3 സുഹൃത്തുക്കൾ ശ്രീലേഖ മാം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് അയച്ചു തരുമായിരുന്നു. അപ്പം ഞാൻ വായിച്ചു. അത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. നമ്മൾ റൈറ്റേഴ്സുമായിട്ട് സംസാരിച്ചായിരുന്നു. ഇപ്പം മാം ആ പോസ്റ്റിനകത്ത് പറയുന്നത്, മാം 4 വർഷം മുമ്പ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തൊരു ചെറുകഥയായിട്ട് സാമ്യമുണ്ട്, അല്ലെങ്കിൽ അത് മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ ആ ചെറുകഥ 33 മിനിറ്റുള്ള ചെറുകഥ യൂട്യൂബിൽ കയറി കണ്ടു. അപ്പം ദൃഢം സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ആ കഥയായിട്ട് ഇതിന് യാതൊരു സാമ്യം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ സിനിമ കണ്ടവർ അതൊന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു വ്യത്യാസം മനസ്സിലാവും. ഞാൻ ഒരു പശ്ചാത്തലം പോലീസ് സ്റ്റേഷനാണെന്ന് മാത്രമാണ് അതിനകത്തുള്ള സാമ്യമുള്ളത് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി എല്ലാം ഡിഫറെൻ്റാണ്. അതുപോലെ ഇനി സിനിമ കാണാനുള്ളവർ സിനിമ കണ്ടിട്ട് ആ ചെറുകഥകളെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കഥ മോഷിച്ചതാണോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാവും. എന്തുകൊണ്ടാണ് മാം രാവിലെ ആ പോസ്റ്റ് ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞങ്ങൾക്കും മാമിൻ്റെ ചെറുകഥയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ അഡാപ്റ്റേഷൻ എവിടെ നിന്നും എടുത്തിട്ടുമില്ല. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ കഥ ഇപ്പോൾ കാണുന്നത്. ആക്ച്വലി